ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ ഹെർക്കുലീസ് ഫിറ്റ്നസ് എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം. വെൽനെക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് സെയിൽസ് ആൻഡ് സർവീസ് നിയർ സീതി ഹാജി സ്റ്റേഡിയം, എടവണ്ണ. ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ LDF സ്ഥാനാർത്ഥി M. സ്വരാജ് രാവിലെ 7 മണിയോടെ നിലമ്പൂർ മുതിരി മാങ്കുത്ത് ഗവൺമെന്റ് LP സ്കൂളിലെ 202 നമ്പർ പോളിംഗ് ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. വോട്ട് പൌരന്റെ അവകാശമാണെന്നും മണ്ഡലത്തിലെ എല്ലാവരും വോട്ടവകാശം വിനിയോഗിക്കണമെന്നും സ്വരാജ് ആവശ്യപ്പെട്ടു. വളരെ നീണ്ട ക്യൂ എന്ന് പറഞ്ഞുകൂടാ, പക്ഷെ ആ ബൂത്ത് ക്രമീകരിച്ചിരിക്കുന്നത് ഒരു വാതിൽ മാത്രമേ ഉള്ളൂ ബൂത്തിലേക്ക് പോകാൻ. അതുകൊണ്ട് അവര് തിരക്കൊഴിവാക്കുന്നതിന് വേണ്ടി, വോട്ട് ചെയ്യുന്ന സ്ഥലത്തെ തിരക്കൊഴിവാക്കുന്നതിന് വേണ്ടി അവര് ഒരാൾ വോട്ട് ചെയ്ത് കഴിഞ്ഞ് മാത്രമേ അടുത്ത ആളെ വിളിക്കുന്നുള്ളൂ. അതുകൊണ്ട് സാവധാനത്തിലാണ് അവിടെ വോട്ടിംഗ് പ്രക്രിയ നടക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ ചെറിയ ക്യൂ വന്നത്. മറ്റു ചില ബൂത്തുകളിൽ ക്യൂ ഇല്ല, ആളുകൾ വന്ന് വോട്ട് ചെയ്യാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. പിന്നെ ജനാധിപത്യത്തിൽ എല്ലാവരും വോട്ട് ചെയ്യുമ്പോഴാണ്, 100% വോട്ട് രേഖപ്പെടുത്തുമ്പോഴാണ് ജനാധിപത്യം ഏറ്റവും കൂടുതൽ അർത്ഥപൂർണമാവുക. അപ്പോ പോളിംഗ് ശതമാനം ഉയരട്ടെ, എല്ലാവരും വോട്ടവകാശം വിനിയോഗിക്കട്ടെ എന്നാണ് നമുക്ക് ആഗ്രഹിക്കാൻ കഴിയുക. ശേഷം പറയാനുള്ളത് ഇല്ല, വോട്ട് രേഖപ്പെടുത്തി എല്ലാവരോടും വോട്ട് ചെയ്യുക എന്നാണ് പറയാനുള്ളത്. ആർക്ക് വോട്ട് ചെയ്യുന്നു എന്നൊക്കെ ഉള്ളത് പിന്നീട് വരുന്നൊരു കാര്യമാണ്. എല്ലാവരും വോട്ട് ചെയ്യുക. ഞാൻ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതുകൊണ്ട് എനിക്ക് വോട്ട് ചെയ്യണം എന്ന് സ്വാഭാവികമായിട്ട് ഞാൻ പറയുമല്ലോ. പക്ഷെ വോട്ടവകാശം വിനിയോഗിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ഒരു സാമൂഹ്യ വ്യവസ്ഥയിൽ. അതുകൊണ്ട് എല്ലാവരും വോട്ടവകാശം വിനിയോഗിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാൻ. കോൺഫിഡൻസ് ലെവൽ വലിയൊരു പ്രതീക്ഷയിലാണ്. ഒരു ഘട്ടത്തിനും ആശങ്ക തോന്നിയിട്ടില്ല, പിന്നെ തെരഞ്ഞെടുപ്പിന്റെ മുമ്പിൽ ആശങ്ക തോന്നുന്നു. നല്ല ആത്മവിശ്വാസമുണ്ട്. അത് വ്യക്തിപരമായിട്ടുള്ളൊരു ആത്മവിശ്വാസം മാത്രമല്ല, ഈ നാട് പകർന്നു നൽകിയ ആത്മവിശ്വാസമാണ്. അത് ഇടതുമുന്നണി പ്രവർത്തകർക്കാകെ ആത്മവിശ്വാസമുണ്ട്. ഓരോ ദിവസം കഴിയും തോറും, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ഓരോ ദിനം കഴിയും തോറും ആ ആത്മവിശ്വാസം വർദ്ധിച്ചു വരികയാണ് ചെയ്തത്. വർദ്ധിച്ചു വരുന്ന അനുഭവമാണ് ഉണ്ടായത്. നല്ല സമ്പൂർണമായ ആത്മവിശ്വാസത്തോടെ, ആഹ്ലാദത്തോടെയാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് ദിവസത്തെ വരവേൽക്കുന്നത്. ഞങ്ങളുടെ പ്രവർത്തകർ വോട്ട് ചെയ്യുന്നത്, എല്ലാവരും വോട്ട് ചെയ്യും. വലിയ വരവേൽപ്പാണ് ഈ മണ്ഡലം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നൽകിയത്. അതൊക്കെ വോട്ടിങ്ങിലേക്ക് പ്രതീക്ഷയിൽ കവിഞ്ഞ പിന്തുണയും ഐക്യദാർഢ്യവുമാണ് എല്ലായിടത്തും നിന്നും ലഭിച്ചത്. അത് ഈ തെരഞ്ഞെടുപ്പ് മണിക്കൂറുകളിലും വരെ, അതായത് ഏതെങ്കിലും ഒരു സമയത്ത് അതിനൊന്നും പുറകോട്ട് പോയിട്ടില്ല. തീർച്ചയായിട്ടും അത് എല്ലാവർക്കും, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർക്കും LDF വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും അവരുടെ പ്രതീക്ഷകളെ അരക്കിട്ടുറപ്പിക്കുന്ന അനുഭവമാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്തുടനീളം മണ്ഡലത്തിനുണ്ടായത്. ഓക്കെ, അതെ അതെ അതെ. അപ്പൊ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് ബൂത്തുകൾ സന്ദർശിക്കാൻ കഴിയുക. നിലമ്പൂർ നഗരസഭയിലെ വിവിധ ബൂത്തുകളിൽ നിന്ന് സന്ദർശനം ആരംഭിച്ച് അങ്ങനെ പോകാമെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ഓക്കെ, താങ്ക് യു. ശരി. തികഞ്ഞ വിജയ പ്രതീക്ഷയിലാണെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. Celebrating Viva by Shobika Weddings.